ഒരു രാഷ്ട്രീയ പാർട്ടി അവരെടുക്കുന്ന നിലപാടിൻ്റെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചില ആവശ്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും സർക്കാരിനോടായിരിക്കും. അത് ഒരു മുന്നണിയിലെ ഘടകകക്ഷി എന്ന നിലയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര പാർട്ടി എന്ന നിലയിൽ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉണ്ടാവാം. ഞങ്ങളിങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്, ഞങ്ങൾ അതിനൊരു തീയതി നിശ്ചയിക്കുകയാണ്, അതിനുള്ളിൽ ചില നടപടികൾ ഉണ്ടാവണം. ഇതൊക്കെ വളരെ സ്വാഭാവികമാണ് രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത്. പക്ഷേ ഇങ്ങനെ വളരെ കട്ടായമായിട്ട് ചില ആവശ്യങ്ങൾ അങ്ങോട്ട് ഉന്നയിക്കുമ്പോൾ, അല്ലെ അതിനു മുമ്പ് ഒന്ന് ആലോചിക്കണം, അവരവരുടെ പാർട്ടിക്ക് ആ ആവശ്യങ്ങൾ നേടിയെടുക്കാനുള്ള ശേഷിയുണ്ടോ? ഇനി പ്രതിപക്ഷത്താണെങ്കിൽ അത് ഭരണകക്ഷിയെ കൊണ്ട് നടപ്പാക്കിച്ചെടുക്കാനുള്ള ശേഷിയുള്ള ഒരു പാർട്ടിയാണോ? അല്ലെങ്കിൽ അതൊരു മുന്നണിയിലാണെങ്കിൽ ആ മുന്നണിയിലെ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളെ കൊണ്ട്, അല്ലെങ്കിൽ ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയെ കൊണ്ട് തങ്ങളുടെ ആവശ്യം നടപ്പാക്കിയെടുക്കാൻ ആ പാർട്ടിക്ക് ശേഷിയുണ്ടോ എന്നുള്ളത്. അങ്ങനെ അല്ല എങ്കിൽ നമ്മൾ തീർത്തും ദുർബലരാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള ആത്മശേഷി ഇല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഡിമാൻഡ് വെച്ചിട്ട് നാണം കെട്ടു പോകത്തേ ഉള്ളൂ. വാസ്തവത്തിൽ കേരളത്തിലെ CPI എന്ന് പറയുന്ന പാർട്ടിക്ക്, ഭരണമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിക്ക് ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത്. അവർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ഒരു ആവശ്യം ഉന്നയിച്ചു, അല്ലെങ്കിൽ CPMൻ്റെ മുമ്പിൽ, അതായത് ADGP, ക്രമസമാധാന ചുമതലയുള്ള ADGPയെ ആ സ്ഥാനത്ത് നിന്ന് നീക്കണം. അതിന് പ്രധാന കാരണമായിട്ട് പറഞ്ഞത് അദ്ദേഹം ചില RSS നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച, രഹസ്യ സമ്പർക്കങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. അതെന്തിനു വേണ്ടിയായിരുന്നു? അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവ് വേണം, അദ്ദേഹത്തെ ഒഴിവാക്കണം. അതിനോട് ചേർന്നാണ് ഈ തൃശ്ശൂർ പൂരം കലക്കലുമായിട്ടുള്ള വിവാദം ഉയർന്നു വന്നത്. അന്ന് ആദ്യം ആ കാര്യം അന്വേഷിക്കാൻ ഈ ADGPയെ തന്നെയാണ്, MR അജിത് കുമാറിനെ തന്നെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ ആ റിപ്പോർട്ട് വന്നു, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വളരെ കഴിഞ്ഞാണ് വന്നത്, വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് വന്നത്. ആ റിപ്പോർട്ട് കൃത്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്മേലൊരു പുനഃപരിശോധന വേണം എന്ന് CPI ആവശ്യപ്പെട്ടു. ഇപ്പോൾ ഗവൺമെൻറ് എന്താ ചെയ്തിരിക്കുന്നത്? ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. ഈ പുനഃപരിശോധന എന്ന് പറയുന്ന ആവശ്യം അംഗീകരിക്കുന്നു. പക്ഷേ ADGP അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം, അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തള്ളിക്കളയുകയാണ് ചെയ്തത്. വാസുദേവൻ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ പൂരം 3 തലത്തിലാണ് ഇനി അന്വേഷണം നടക്കുക. ഈ പൂരം കലക്കലുണ്ടായി, അത് ആരാണ് അതിൻ്റെ പിന്നിൽ, അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് മുതലായ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള അഡീഷണൽ DGP വെങ്കടേഷിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം കൈകാര്യം ചെയ്യും. അവരായിരിക്കും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക. അതുപോലെ തന്നെ പൂരവുമായി ബന്ധപ്പെട്ട് അവിടെ ചുമതലയിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ ജോലിയിലുണ്ടായിരുന്ന, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അത് ആരന്വേഷിക്കും? ഇൻ്റലിജൻസിൻ്റെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം അന്വേഷിക്കുന്നു. ഈ പൂരം കലക്കൽ സംബന്ധിച്ച് ആദ്യം കൊടുത്ത റിപ്പോർട്ടിൽ, അതായത് ADGP അജിത് കുമാർ കൊടുത്ത റിപ്പോർട്ടിൽ സാമൂഹിക അന്തരീക്ഷത്തെ തകർക്കാൻ ചില ശ്രമങ്ങൾ തന്നെ നടന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് അജിത് കുമാറിൻ്റെ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. ആ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് ഫോർവേഡ് ചെയ്ത DGPയാണ്. അപ്പോൾ DGP ഒരു കവറിംഗ് ലെറ്ററോടുകൂടിയാണ് അയച്ചിരിക്കുന്നത്. ആ കത്തിൽ ADGPയെ കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ADGP കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപ്പറ്റി അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനാണ് ഇപ്പോൾ DGPയെ തന്നെ വീണ്ടും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് DGPയെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഈ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, പിന്നീട് RSS നേതാക്കളുമായിട്ടുള്ള രഹസ്യ കൂടിക്കാഴ്ച സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ, അതൊക്കെ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വാസ്തവത്തിൽ ഇന്ന് മുഖ്യമന്ത്രി നൽകിയ സമയപരിധി അനുസരിച്ചായിരുന്നെങ്കിൽ ഇന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിരുന്നു. ഇന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ CPIയുടെ ആവശ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഈ റിപ്പോർട്ടുകൾ വരട്ടെ, പൂരം സംബന്ധിച്ച റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാം. അതുപോലെ തന്നെ DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അത് നോക്കിയിട്ട് എന്തെങ്കിലും നടപടിയെടുക്കാം. അതായത് CPIയുടെ ആവശ്യത്തെ
അപ്പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി. നമ്മളിത് സംസാരിക്കുമ്പോൾ CPIയുടെ എക്സിക്യൂട്ടീവ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം CPMൻ്റെ സെക്രട്ടറി MV ഗോവിന്ദനെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെയും കണ്ട് സംസാരിച്ചിരുന്നു. ഈ ആവശ്യം മുന്നോട്ട് ഉന്നയിച്ചു എന്നാണ് പറയുന്നത്. അജിത് കുമാറിനെ എത്രയും വേഗം മാറ്റണം എന്ന ആവശ്യം. അതിനെന്താണ് മുഖ്യമന്ത്രി മറുപടി കൊടുത്തത് എന്നറിയില്ല. ഒരു ഘടകകക്ഷി, രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷി, വളരെ നിർണായകമായ തീരുമാനമെടുക്കുന്ന മന്ത്രിസഭാ യോഗത്തിൻ്റെ തലേന്ന് മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഈ ആവശ്യം ഉന്നയിച്ചിട്ടും അതിനെ നിരാകരിക്കുന്നു എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇവിടെ ഉണ്ടാകുന്നൊരു സംശയം, ബിനോയ് വിശ്വം പോയി സംസാരിച്ചിട്ടും മുഖ്യമന്ത്രി ആ ആവശ്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ളത്? മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വം തമ്മിൽ എന്തെങ്കിലും ധാരണയുണ്ടായോ? അജിത് കുമാറിനെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് CPMഉം CPIയും ഒരു ധാരണയിൽ എത്തിയിട്ടുണ്ടോ? ആ സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അല്ലെങ്കിൽ CPI പോലൊരു പാർട്ടി ഇതുപോലൊരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒരു സീനിയർ ഉദ്യോഗസ്ഥനെ ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നേ പറയുന്നുള്ളൂ. അദ്ദേഹത്തെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് CPI പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനോ ഡിസ്മിസ് ചെയ്യാനോ പറഞ്ഞിട്ടില്ല. ഈ നിർണായകമായ ക്രമസമാധാന ചുമതലയുള്ള ആ പദവിയിൽ നിന്ന് മാറ്റി നിർത്തണം. അതിന് പോലും CPMൻ്റെ മുഖ്യമന്ത്രി തയ്യാറാകുന്നെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം? അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. ബിനോയ് വിശ്വമായിട്ട് എന്തെങ്കിലും ഒരു ധാരണയുണ്ടായിട്ടുണ്ടോ? ഇന്നത്തെ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്, നിങ്ങളാരെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ എന്നെ കിട്ടില്ല, എൻ്റെ നിലപാടാണ് പ്രധാനം, ഞാനതിന് മേലെടുക്കുന്ന ഒരു തീരുമാനം അനുസരിച്ച് മാത്രമേ ഞാൻ പ്രവർത്തിക്കുകയുള്ളൂ. ആദ്യം ഈ DGPയുടെ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ നോക്കാം. അതിനുശേഷം ഈ പൂരം കലക്കൽ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ നമുക്ക് അതിന്മേൽ ആലോചിക്കാം. അത് എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ചെയ്യുക എന്ന് അല്പം ശബ്ദമുയർത്തി മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറയുകയാണ്. നിങ്ങൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളനുസരിച്ച് നടപടിയെടുക്കില്ല എന്ന് പറയുമ്പോൾ, മാധ്യമങ്ങളോട് പറയുമ്പോൾ, ബിനോയ് വിശ്വം അല്ലെങ്കിൽ CPI മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് CPI ഒരു ആക്ഷേപം ഉന്നയിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം എനിക്ക് താല്പര്യമുള്ള, എനിക്ക് വിശ്വാസമുള്ള ഒരു ഉദ്യോഗസ്ഥനെ പദവിയിൽ നിന്ന് മാറ്റാൻ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നിലയിൽ ഞാനോ ഉദ്ദേശിക്കുന്നില്ല എന്നതു തന്നെയാണ് പച്ച മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. സഹാവ് ബിനോയ് വിശ്വം ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുമ്പോൾ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ അർഹിക്കുന്ന ബഹുമാനം അല്ലെങ്കിൽ ആദരവ്, അംഗീകാരം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് കാര്യം? 2009 ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. അന്ന് വെളിയം ഭാർഗവനായിരുന്നു CPIയുടെ സംസ്ഥാന സെക്രട്ടറി. അന്ന് ഈ രാജ്യസഭാ സീറ്റുകൾ വിഭജിക്കുന്ന അല്ലെങ്കിൽ വീതം വയ്ക്കുന്ന കാര്യം വന്നപ്പോൾ CPI ഒരു സീറ്റ് ചോദിച്ചു. CPM പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് വെളിയം ഭാർഗവൻ പറഞ്ഞു, ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയേ പറ്റൂ, ഞങ്ങളത് വാങ്ങിച്ചിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഈ മുന്നണിയിൽ ഉണ്ടാവില്ല. അദ്ദേഹം എടുത്ത നിലപാടിൻ്റെ ഫലമായിട്ടാണ് MP അച്യുതൻ, ഞങ്ങളേക്ക് അച്ചുവേട്ടൻ എന്ന് വിളിക്കുന്ന അന്നത്തെ ജനയുഗത്തിൻ്റെ ബ്യൂറോ ചീഫായിരുന്ന ആൾ രാജ്യസഭയിൽ എത്തിയത്. പിന്നീട് CK ചന്ദ്രപ്പൻ പാർട്ടി സെക്രട്ടറി ആയിട്ട് വന്നു. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഇടതുമുന്നണിയിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു. അതിനെ മറികടന്നു പോവാൻ CK ചന്ദ്രപ്പൻ ഒരിക്കലും സമ്മതിച്ചിരുന്നില്ല. കാനൻ രാജേന്ദ്രൻ സെക്രട്ടറി ആയപ്പോഴും ഏതാണ്ട് അതുതന്നെയായിരുന്നു. ആദ്യഘട്ടങ്ങളിൽ ഇടതുമുന്നണിയിലെ ഒരു തിരുത്തൽ ശക്തി പോലെ തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നീട് എന്തോ കാരണങ്ങളാൽ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ആ ശക്തി ഉണ്ടായിരുന്നില്ല. സഹാവ് ബിനോയ് വിശ്വം, താങ്കൾ ഇവരുടെയൊക്കെ പിന്മുറക്കാരനാണ്. പാർട്ടി ഒരു നിലപാടെടുക്കുമ്പോൾ അതിനെ ഉദ്ദേശിക്കുന്നിടത്ത് കൊണ്ട് കെട്ടാൻ സാധിക്കണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അതാണ് ഏറ്റവും നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം പിണറായി വിജയൻ്റെ രീതികൾ, അദ്ദേഹത്തിൻ്റെ കർക്കശ സ്വഭാവം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, താങ്കൾക്കും അറിയാം. അദ്ദേഹത്തെ കൊണ്ട് ഈ കാര്യം ചെയ്യിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഇത്തരത്തിലുള്ളൊരു നിലപാടെടുത്തു? CPIയെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് ഇവിടെ, CPIക്കാരല്ലാത്തവർ. മാന്യന്മാരുടെ പാർട്ടി എന്ന് CPIയെ കാണുന്നവരുണ്ട്. ആ പാർട്ടിക്ക് ഇത്തരത്തിലുള്ളൊരു സ്ഥിതിവിശേഷം
ഉണ്ടാകാൻ യാതൊരു കാരണവശാലും അവസരം ഉണ്ടാക്കരുത്. ഇപ്പോൾ പിണറായി വിജയൻ ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുക. ഏതായാലും ഈ റിപ്പോർട്ടുകൾ വരുമല്ലോ. അതായത് DGPയുടെ റിപ്പോർട്ടും വരും. പിന്നീട് ഈ പൂരം കലക്കലിനെ സംബന്ധിച്ച് 3 തലത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളുടെ റിപ്പോർട്ടും വരും. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ പാർട്ടിക്ക് അത് അവമതിപ്പുണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ അപമാനം സഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു നിലപാടായിരിക്കരുത് CPI ഭാവിയിൽ സ്വീകരിക്കേണ്ടത്.